നമുക്ക് ഇത് ഉണ്ടാക്കാനായിട്ട് ഞാനിപ്പോൾ ഇത് തുടക്കം കുറേ സംസാരിച്ചിട്ട് ടൈം കളയണില്ല. 2 ഐറ്റമാണ് കേട്ടോ വേണ്ടത്. നമുക്ക് പുരികത്തിൻ്റെ ഗ്രോത്ത് നന്നായിട്ട് കൂടും. അതായത് എനിക്ക് തീരെ പുരികില്ലാത്ത ആളാണ്. ശരിക്കും എനിക്കിത് ഉപയോഗിച്ചിട്ട് ഇപ്പോൾ കുറച്ച് നാളായിട്ട് ഞാൻ യൂസ് ചെയ്യുന്നുണ്ട്. പക്ഷെ എനിക്ക് പുതിയ ഹെയറുകൾ പുരികത്തുമ്മ വരുന്നുണ്ട്. പിന്നെ അതുപോലെ തന്നെ ഈ ഒരു തണുപ്പ് കാലമായപ്പോൾ മുഖം ഭയങ്കരമായിട്ട് ഡ്രൈ ആവുക. അതോടുകൂടി തന്നെ ഇത് ഫേസ് ഡ്രൈ ആവുമ്പോൾ, ഫേസ് ആയാലും നമ്മുടെ കൈകളൊക്കെ ആയാലും ഡ്രൈ ആവുമ്പോൾ നമുക്ക് ചുളിവുകൾ വരാനുള്ള സാധ്യത കൂടുതലാണ്. ചുളിവുകൾ വന്ന് തുടങ്ങും. നമുക്കൊരു 35 വയസ്സൊക്കെ കഴിഞ്ഞാൽ ചുളിവുകൾ വന്നു തുടങ്ങും. അപ്പം അതിൽ നിന്നൊക്കെ രക്ഷപ്പെടാനും പിന്നെ നമുക്ക് ഒരു സോഫ്റ്റായിട്ട് നമുക്കിങ്ങനെ മുഖം ഒന്ന് കഴുകി കഴിഞ്ഞാൽ പിന്നെ ഭയങ്കര ഡ്രൈ ആവുക, കാലത്ത് എഴുന്നേൽക്കുമ്പോൾ തന്നെ ഡ്രൈ ആവുക. അതിന് നമ്മൾ എന്താ ചെയ്യേണ്ടത് വെച്ചാൽ 2 നേരം ഇത് അപ്ലൈ ചെയ്ത് അത്രയും നല്ലതാണ്. അല്ലെങ്കിൽ കിടക്കണേക്കാൾ അരമണിക്കൂർ മുൻപ് മുഖം നന്നായിട്ടൊന്ന് പയറുപൊടിയോ കടലമാവോ അതല്ല വെച്ചെങ്കിൽ എന്തെങ്കിലും ഒരു സോപ്പ് ഉപയോഗിക്കാതിരിക്കുക. അങ്ങനെ ഉപയോഗിക്കണമെങ്കിൽ വല്ല പിയേഴ്സ് എന്തെങ്കിലും ചെറിയ അങ്ങനെ ഭയങ്കര ഹാർഷായിട്ടുള്ളത് ഉപയോഗിക്കാതിരിക്കുക. എന്നിട്ട് അത് മുഖം നന്നായിട്ട് കഴുകിയതിന് ശേഷം അത് മുഖത്തുള്ള വെള്ളം നമ്മൾ ഒപ്പിയെടുത്തിട്ട് ആ ഒരു മുഖം ഡ്രൈ ആവാൻ നിൽക്കരുത്. അതിന് മുൻപേ തന്നെ ഈ ക്രീം നമ്മൾ ഉണ്ടാക്കി വെച്ചത് യൂസ് ചെയ്യുക കേട്ടോ. മുഖം നന്നായിട്ട് മുഖത്ത് അപ്ലൈ ചെയ്യുക. കിടക്കണേക്ക് മുൻപ് നന്നായിട്ട് അപ്ലൈ ചെയ്തു, കഴുത്തിൽ മുഖത്തൊക്കെ. എന്നിട്ട് ഒന്ന് മസാജ് ചെയ്ത് അത്രയും നല്ലതാണ്. പിന്നെ പുരികത്തുമ്മലും നന്നായിട്ട് ഇത് ഇങ്ങനെ അപ്ലൈ ചെയ്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ എന്തായാലും നിങ്ങൾക്ക് ഒരു 1 മന്ത് ആകുമ്പോഴേക്കും പുരികത്തുമ്മ കുറച്ച് ഹെയർ വന്നിട്ടുണ്ടാവും. ഹെയർ വരും ചെയ്യും, ഉള്ളതിന് നല്ല കറുപ്പും കിട്ടും. അപ്പോൾ ഇതിനെങ്ങനെയാണ് ഇൻഗ്രീഡിയൻസ് വളരെ സിമ്പിളാണ്. ഇത് അലോവേരയാണ്. അലോവേര ഞാൻ ചെറിയ കുപ്പിയെ ഞാൻ മേടിക്കുള്ളൂ. കാരണം ഇത് കുറച്ച് നാൾ ഇരുന്നിട്ട് കാര്യം ഇതിലൊന്നും ചേർക്കണില്ല കാര്യമായിട്ട്. പക്ഷെ എന്നാലും ഞാൻ ഫ്രിഡ്ജിലൊന്നും വെക്കില്ല, പുറത്തന്നെ വെക്കാനായിട്ട് ചെറിയ കുപ്പി മേടിക്കുക. അത് കഴിയുമ്പോഴേക്കും വേറെ നമുക്ക് പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്നതാണ്. ഇത് അലോവേര ജെല്ല്. അതിൽ ഈ വെള്ള കളർ കാണുന്നത് ഇതാണ് കണ്ടോ, വിറ്റാമിൻ ഇയുടെ ക്യാപ്സ്യൂള്. ഈ കുപ്പിയിലേക്ക് ഞാൻ 4 വിറ്റാമിൻ ഇ ക്യാപ്സ്യൂൾ ചേർക്കും കേട്ടോ. എന്നിട്ട് ക്യാപ്സ്യൂൾ ചേർത്തിട്ട് പൊട്ടിച്ചൊഴിച്ചിട്ട് ഇതേപോലെയുള്ള ടീസ്പൂണില്ലേ അതുകൊണ്ട് നന്നായിട്ട് ഇങ്ങനെ ഇളക്കി നല്ല അപ്പോൾ ഇതേപോലെ കിട്ടും. കഞ്ഞിവെള്ളത്തിൻ്റെ കളർ പോലെയായിട്ട് കിട്ടും. കട്ടിയുള്ള ഒരു ജെല്ലായിട്ട് നമുക്ക് കിട്ടും. ഇതൊരു നല്ല മോയ്സ്ചറൈസറാണ്. നമ്മൾ ഈ എന്താ പറയുക കടകളിൽ നിന്ന് വാങ്ങുന്ന അല്ലെങ്കിൽ നമുക്ക് പുറത്തുനിന്ന് വാങ്ങുന്ന മോയ്സ്ചറൈസറിനേക്കാളും നല്ലതാണിത്. ഇത് നമ്മൾ നന്നായിട്ട് കട്ടിയിൽ തന്നെ എടുത്താലും കുഴപ്പമില്ല, എത്ര എടുത്താലും ഇതിന് ദോഷമില്ല. നമുക്ക് കണ്ടോ മുഖത്ത് ഒരു നനവ ഉണ്ടാവുക. നമുക്ക് നനവാണ് മുഖത്ത് എപ്പോഴും ഹൈഡ്രേഷൻ ആവുക ചെയ്യേണ്ടത്. എന്നിട്ട് ഇത് നമ്മൾ കൂടുതൽ എടുത്തിട്ട് അപ്ലൈ ചെയ്താലും ദോഷമില്ല. പക്ഷെ അത് അങ്ങനെ ചെയ്തിട്ട് നമ്മളിപ്പോൾ ഫാനിൻ്റെ അടിയിൽ കിടന്നാലും എങ്ങനെയായാലും നമ്മുടെ മുഖം പിന്നെ ഡ്രൈ ആവില്ല, നല്ല ഒരു സ്മൂത്താവും. ഇത് സ്ഥിരമായിട്ട് നമ്മൾ ചെയ്ത് കഴിഞ്ഞാൽ മുഖത്തുള്ള കറുത്ത പിഗ്മെൻറ്റേഷൻ, പിന്നെ അതേപോലെ തന്നെ ഈ ഇങ്ങനെ വരകൾ, നമുക്കിപ്പോൾ ഈ നെറ്റീമ വരകൾ, ഈ ഭാഗത്ത് വരകൾ, ഇവിടെയൊക്കെ പിഗ്മെൻറ്റേഷൻ ഇതൊക്കെ മാറി വരണുള്ളൂ. ഞാനിത് ഇപ്പോൾ ഒരു മാസത്തോളമായിട്ട് ഞാൻ യൂസ് ചെയ്യുന്നുണ്ട്. ഇത് തലയിലേക്ക് പോലും നല്ലതാട്ടോ. തലമുടിയിലേക്കൊക്കെ നല്ല അടിയിൽ തലമുടിയുടെ അടിയിലൊക്കെ ഇങ്ങനെ ഡ്രൈ ആവുന്നുണ്ട് വെച്ചെങ്കിൽ ഇത് കുറച്ചെടുത്തിട്ട് അപ്ലൈ ചെയ്താൽ നല്ലതാണ്. പിന്നെ പുരികം നന്നായിട്ട് കട്ടിയിൽ വളരും കേട്ടോ. കുറേ ഇൻഗ്രീഡിയൻസ് ചേർത്തിട്ട് നമ്മളൊന്നും ഉണ്ടാക്കി വെക്കണ്ട. പിന്നെ അതേപോലെ തന്നെ ഒന്നും പൈസ കൊടുത്തിട്ട് സിറം വാങ്ങി ഉപയോഗിക്കുന്നു വേണ്ട. അതൊക്കെ ഇതന്നെയാണ്. അതൊക്കെ അതിൽ കുറച്ചും കൂടി കേടുവരാതിരിക്കാനുള്ള എന്തെങ്കിലുമൊക്കെ ചെയ്തിട്ടുണ്ടാവും മാത്രം. ഇത് കണ്ടിട്ട് നമ്മളിത് വെറുതെ വൈകുന്നേരം ഇത് അപ്ലൈ ചെയ്തിട്ട് ഒന്ന് മസാജ് ചെയ്താൽ അത്രയും നല്ലതാണ്. കാരണം ഇങ്ങനെ മസാജ് ചെയ്യുക. പിന്നെ ഇവിടെ ഇങ്ങനെ തടിച്ച് വരാതിരിക്കും. പിന്നെ ഇങ്ങനെ നമ്മൾ ചെയ്യും. അതുപോലെ ഈ ആടിയും അതേ 2 ക്ലിപ്പ് പോലെ ഇങ്ങനെ പിടിക്കുക. ഇതിവിടെ ഇതിങ്ങനെ ചെയ്ത് കൊടുക്കുമ്പോൾ നമുക്ക് ഇരട്ടത്താടി വരാതിരിക്കും. പിന്നെ ഇവിടെ ഇങ്ങനെ മാംസം വന്ന് തൂങ്ങാതിരിക്കാനൊക്കെ നല്ലതാട്ടോ. അത് സ്ഥിരമായിട്ട് നമുക്കിതൊരു വലിയ ഭാരപ്പെട്ട പണിയൊന്നുമല്ല. നമ്മളെല്ലാ കാര്യങ്ങളും കഴിഞ്ഞ് കിടക്കണ നേരത്ത് കട്ടിലേമ്മ ഇരുന്നിട്ട് മറ്റുള്ളവർ കിടന്നാലും നമുക്കിത് ചെയ്തിട്ട് ഇത് കട്ടിലിൻ്റെ അവിടെ തന്നെ വെച്ചാൽ മതി. എന്നിട്ട് ഉപയോഗിക്കുക. ഇനിയിപ്പോൾ കാലത്ത് വീട്ടിൽ നമ്മൾ പല്ല് തേച്ച് മോറ് കഴുകലൊക്കെ കഴിഞ്ഞാൽ നമുക്ക് മുഖം ഒന്ന് കഴുകിയാൽ വെറുതെ വാഷ്, എപ്പോഴും മുഖത്ത് എന്തെങ്കിലും ഇട്ടിട്ട് കഴുകരുത്. വെറുതെ വാഷ് ചെയ്തിട്ട് അത് ഡ്രൈ ആവണങ്ങണേക്കാൾ മുൻപ് വീണ്ടും ഇത് ചെയ്യാം. അത്രയും നല്ല ഒരു റിസൾട്ട് കിട്ടും അത് ചെയ്താൽ. 2 നേരമൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ മുഖം ഒരിക്കലും ഡ്രൈ ആവില്ല. ഡ്രൈ ആവുമ്പോഴാണ് ചുളിവ്, വരകൾ, പിന്നെ അതേപോലെ തന്നെ കറുത്ത പിഗ്മെൻറ്റേഷൻ ഇതൊക്കെ വരുന്നത് സ്കിന്ന് ഡ്രൈ ആവുമ്പോഴാണ്. അപ്പോൾ ഡ്രൈ ആവാതിരിക്കാനുള്ള ഒരു
ഒരു സിമ്പിൾ റെമഡിയാണ്. അലോവേര എന്ന് പറയുന്നത് അത്രയും നമുക്ക് മുടിക്കും സ്കിന്നിനും നല്ലതാണ്, രണ്ടിനും നല്ലതാണ് അലോവേര. ഇത് അധികം വിലയൊന്നുമില്ല, 60 രൂപ അങ്ങോട്ട് കൊടുത്ത് വാങ്ങിയതാണ്. നമുക്ക് പിന്നെ വെള്ളത്തിൻ്റെ കളറുള്ള ആ ഒരു വാങ്ങണം കേട്ടോ. അതായത് അങ്ങനത്തെ ട്രാൻസ്പിറേഷൻ എന്ന് പറയില്ലേ, അങ്ങനത്തെ വാങ്ങണം. അല്ലാതെ അതിൽ കളറ് ചേർത്തിട്ടുള്ളത് വാങ്ങരുത്. അങ്ങനത്തെ വാങ്ങിയിട്ട് അതിൽ ഈ ഒരു വിറ്റാമിൻ ക്യാപ്സ്യൂൾ 4 or 3 ഒക്കെ ഇട്ട് നന്നായിട്ട് ഡൈല്യൂട്ട് ചെയ്തിട്ട് അപ്ലൈ ചെയ്യുക. അപ്പോൾ പിരികത്തുമ്പിൽ നന്നായിട്ട് അപ്ലൈ ചെയ്ത് വൈകുന്നേരം കിടക്കുമ്പോൾ അപ്ലൈ ചെയ്ത് കൊടുക്കുക. അപ്പോൾ അങ്ങനെ നമ്മുടെ മുഖം നല്ല ഒരു സോഫ്റ്റ് ആയിട്ടും ഡ്രൈ ആവാതെ ഇരിക്കുമ്പോൾ തന്നെ മുഖം നല്ല ഒരു തിളക്കമുള്ള മുഖമായിട്ട് കളർ ആയിട്ടിരുന്നു. അത് കഴുത്തിലൊക്കെ വൈകുന്നേരം കിടക്കുമ്പോൾ പറ്റുക. കൂടുതൽ വേണമെങ്കിൽ കൈമിലൊക്കെ പറ്റി ഇങ്ങനെ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ കൈയൊക്കെ നല്ല സോഫ്റ്റ് ആയിട്ടിരിക്കും. അങ്ങനെ അധികം ചിലവില്ലല്ലോ, 300, 400, 500 കൊടുത്ത് വാങ്ങണതല്ലല്ലോ. അപ്പോൾ നമുക്ക് ഇപ്പം ചില മോയ്സ്ചറൈസറിനൊക്കെ 600, 700 റേറ്റ് ഉണ്ട്. അത്രയൊന്നും നമുക്ക് ഇത് വരുന്നില്ലല്ലോ. ഇത് നമുക്ക് സുഖമായിട്ട് ചെയ്യാവുന്ന കാര്യം. അപ്പോൾ എല്ലാവർക്കും ഇത് മറ്റുള്ളവർക്കൊക്കെ താല്പര്യം ഇഷ്ടപ്പെട്ടു വെച്ചെങ്കിൽ മറ്റുള്ളവർക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്യുക, ലൈക്ക് തരിക. പിന്നെ അതുപോലെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണ് കാണുന്നത് വെച്ചെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യും കേട്ടോ. ഓക്കെ, ബൈ.